നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ലഹരി മാഫിയുടെ കരാള ഹസ്തങ്ങൾ കേരളത്തിന്റെ സമസ്ത മേഖലകളെയും പിടിമുറുക്കിയിരിക്കുകയാണ്. ന്യൂജൻ ലഹരികളുടെ ഉന്മാദത്തിൽ ആറാടുകയാണ് കേരളത്തിലെ പല യുവജനങ്ങളും കുഞ്ഞുങ്ങളും. ലഹരി കണക്കുമായി ബന്ധപ്പെട്ട് മുൻ വർഷത്തെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വലിയൊരു വർധനവാണ് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന് മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത പല രാസ ലഹരികളുമാണ് കേരളത്തിന്റെ യുവജനതയുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഷെക്കീന ചർച്ച ചെയ്യുന്നു, കേരളത്തെ മയക്കുന്നത് ആരാണ്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു റിട്ടയർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ തോമസ് ദേവസ്യ, ഒപ്പം ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ അഡ്വൈസറി ബോർഡ് അംഗം ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, ഒപ്പം തൃശൂർ അതിരൂപതയുടെ ലഹരി പുനരധിവാസ കേന്ദ്രമായ നെസ്റ്റിന്റെ ഡയറക്ടർ ഫാദർ ടിജോ മുല്ലക്കര. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ തോമസ് ദേവസ്യ, ഈ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ ചില കണക്കുകൾ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ സമർപ്പിച്ച ചില കണക്കുകൾ. ലഹരി ഉപഭോഗം സംബന്ധിച്ച് 2020 4650 കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 2021 5344 കേസുകൾ. എന്നാൽ 2022 ഓഗസ്റ്റ് 29 വരെയുള്ള കണക്കുകൾ പ്രകാരം 16128 കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒപ്പം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് 2021 6704 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2020 5674 പേരെ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം 24779 പേരെയാണ് ഈ വർഷം മാത്രം, ഈ നവംബർ മാസം വരെ, 2022 വർഷം നവംബർ വരെ എത്തി നിൽക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ ചോദ്യം, ഈ ലഹരി ഉപഭോഗവുമായി ബന്ധപ്പെട്ട് കേരളം എങ്ങോട്ടാണ് ശ്രീ തോമസ് ദേവസ്യ? ലഹരിയുടെ നമ്മളിപ്പോ കാണുന്ന കണക്കനുസരിച്ച് പഴയ കാലങ്ങളെക്കാട്ടിലും വളരെ കൂടുതലായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ കൂടി എല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ലഹരിയുടെ ഉപഭോഗവും ഉൽപാദനവും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ മദ്യത്തിന്റെ ഉപഭോഗം കുറച്ച് കുറഞ്ഞതായിട്ടാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ, ഈയിടെയുള്ള റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ മദ്യത്തിന്റെ ഉപഭോഗത്തിൽ കുറെ കുറവ് വന്നെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ മയക്കുമരുന്നുകൾ, രാസലഹരിയുടെ ഉപഭോഗം ഞെട്ടിക്കും വിധത്തിൽ വളരെ കൂടിയിട്ടുള്ളതാണ് കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട പ്രധാന വിഷയം. ഇത് ബേസിക് ആയിട്ട് എൻ്റെ ചുരുങ്ങിയ എൻ്റെ സർവീസിലുള്ള ഞാൻ അതുകൊണ്ട് അടിസ്ഥാനമാക്കിക്കൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇത് കൂടാനുള്ള കാരണം, ഒന്ന്, നമ്മൾ ഈ ബോധവൽക്കരണ പരിപാടികളാണ് കൂടുതലും ആശ്രയിച്ചിരുന്നത്. ഈ ബോധവൽക്കരണ പരിപാടികളിൽ നമുക്ക് കൂടുതലും കുടുംബ മേഖലകളിൽ, സാമൂഹ്യ മേഖലകളിൽ കേന്ദ്രീകൃതമായ അവബോധം സൃഷ്ടിക്കുകയാണ് സ്കൂളുകളിലെക്കാട്ടും കുറെ കൂടെ മെച്ചമെന്ന് എനിക്കൊരു വ്യക്തിപരമായ അഭിപ്രായം തന്നെയുണ്ട്. കാരണം ഈ കണ്ടുപിടിക്കുന്ന കുട്ടികളിൽ പലരും നമ്മുടെ വിദ്യാർത്ഥികളാണെങ്കിലും ആരെയാണ് അവരോടുള്ള ഇന്ററാക്ഷൻ നടത്തിയതിൽ ഇതെല്ലാം പല വീട്ടിലുള്ള സാമൂഹിക പശ്ചാത്തലമാണ് ഇതിന്റെ ബേസിക് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോധവൽക്കരണം ആ മേഖലകളിൽ കൂടിയും കൂടുതൽ ശ്രദ്ധ പതിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, പിന്നെ എന്താണ് ഈ കോവിഡിന് ശേഷം വലിയൊരു വർധനവ് രാസലഹരിയുടെ ഉപഭോഗത്തിൽ കണ്ടു. അതെന്താണെന്ന് അതിനെപ്പറ്റി നമ്മൾ ഇനി പഠിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഇതിനകത്ത് കൂടുതൽ നമുക്ക് ഡിസ്കഷനിൽ സംസാരിക്കാൻ ബാക്കിയുള്ളത്. ഓക്കെ. ഒപ്പം തന്നെ ശ്രീ തോമസ് ദേവസ്യ, നമ്മുടെ കുട്ടികളുടെ ഇടയിലുള്ള ഈ ലഹരി ഉപഭോഗം, അത് മുമ്പ് ഈ അങ്ങ് പറഞ്ഞതുപോലെ ഈ മദ്യം അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളായിരുന്നു കുട്ടികളുടെ ഇടയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ന്യൂജൻ ലഹരികൾ, ഞാൻ കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂൾ കുട്ടികളിൽ പോലും ഈ ന്യൂജൻ ലഹരികൾ ഈ സ്റ്റാമ്പ് രൂപത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നവീനമായ മാർഗങ്ങളിലൂടെ കുട്ടികൾ അത് ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിനോട് കൂടുതൽ ഒരു അഡിക്റ്റഡ് ആയി പോകുന്നത് ശ്രീ തോമസ് ദേവസ്യ? ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു സ്റ്റഡി നടത്തിയാൽ, ഇപ്പൊ ഡാർക്ക് വെബ് എന്ന് പറയുന്നുള്ള ചില സൈറ്റുകളിൽ കൂടെ കയറിയാൽ കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും ഇതിനെപ്പറ്റിയുള്ള കൃത്യമായ വിവരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഒരു സത്യമാണ്. അങ്ങനെയാണ് ഇതിനെപ്പറ്റി പഠിച്ച ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ലഹരി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണേലും അവർക്കെല്ലാം ഇതിന്റെ മൈന്യൂട്ടായിട്ട് നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ കൂടി ധാരാളം അവർക്ക് കിട്ടാൻ സാധിക്കുന്നുണ്ട് ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി. അതൊരു കാര്യം.
പിന്നെ എന്തുകൊണ്ടാണ് മയക്കുമരുന്നിന് മനുഷ്യൻ അടിമയാവുന്നു എന്നുള്ളത്, കുട്ടികൾ അടിമയാവുന്നതിനെ പറ്റി സാധാരണ പിന്നെ നമുക്ക് അതിനെപ്പറ്റി നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണമെന്ന്. അതിന് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന പോലുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളൂ. കാരണം ഒന്ന് സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ള വ്യതിയാനം ഉണ്ടാകണം. അതുപോലെ നമ്മുടെ ഈ ഇന്ന് കണ്ടുപിടിക്കുന്ന കേസുകൾ ധാരാളമുണ്ട്. ഈ കേസുകളെ പറ്റി നമ്മൾ കൂടുതൽ എങ്ങനെ കേസെടുക്കണം, കേസെടുക്കുക മാത്രമല്ല അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനി ട്രെയിനിങ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം. അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന പോലെ അതിനെപ്പറ്റിയുള്ളൊരു അവബോധം നമ്മുടെ ഈ പൊതുജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് സാധ്യമായി തീരുള്ളൂ എന്നാണ് എനിക്ക് പറയാൻ കഴിയും. ഒപ്പം തന്നെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷെക്കേന ന്യൂസ് സംപ്രേഷണം ചെയ്ത ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാം ഉണ്ട്. കേരളത്തിന്റെ വിവിധ ജില്ലകളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് സംപ്രേഷണം ചെയ്ത ആ പ്രോഗ്രാം, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഇടുക്കി ജില്ലയുടെ ഒരു അതിർത്തി ചെക്ക് പോസ്റ്റിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പരിഭവമുണ്ട്. ഈ റിസോഴ്സിന്റെ, ഹ്യൂമൻ റിസോഴ്സ്, ഒപ്പം തന്നെ ഒരു ടെക്നിക്കൽ റിസോഴ്സിന്റെ ഒക്കെ ഒരു അഭാവം. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്, പ്രത്യേകിച്ച് കുമിളി ചെക്ക് പോസ്റ്റിലൊക്കെ നിരവധി സ്ത്രീകളൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും തുടർന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കൊക്കെ യഥേഷ്ടം സഞ്ചരിക്കുന്നു. ഒരു വനിതാ ഉദ്യോഗസ്ഥ പോലും ആ ചെക്ക് പോസ്റ്റുകളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. ഇത്തരത്തിൽ ലഹരി അതിഭീകരമായ രീതിയിൽ കേരളത്തിൽ പിടിമുറുക്കുമ്പോൾ ഇത്തരത്തിലുള്ള റിസോഴ്സിന്റെ ഒക്കെ ഒരു അഭാവം ഒരു പരിധിവരെ ഇത്തരം കേസുകളൊക്കെ ഈ ലഹരി മാഫിയ യഥേഷ്ടം കേരളത്തിൽ വിഹരിക്കുന്നതിന് കാരണമാകുന്നുണ്ടോ ശ്രീ തോമസ് ദേവസ്യ? അങ്ങയുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോ എക്സൈസ് വിഭാഗത്തില് ഒരുപാട് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്ത്രീകളുണ്ട്. നമ്മുടെ ഒരു ഇത്ര ശതമാനം വെച്ച് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. അവര് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ പോലീസിന്റെ അത്രയും ഒരു വിപുലീകരിച്ച ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ എക്സൈസ്. അതുകൊണ്ട് സ്ത്രീകൾ തീർച്ചയായിട്ടും ഉണ്ട്, ഈ മേഖലകളിലുണ്ട്. അതവർക്ക് ഉപയോഗപ്പെടുത്താവുന്നേ ഉള്ളൂ. അപ്പൊ എന്ന് വിചാരിച്ച് നമുക്കിപ്പം ചെക്ക് പോസ്റ്റിൽ ചെന്ന് സ്ത്രീകളെ കണ്ടില്ല എന്ന് പറയുന്നതിലൊരു ന്യായീകരണം എനിക്ക് തോന്നുന്നില്ല. കാരണം ചെക്ക് പോസ്റ്റുകളിലൊക്കെ നമുക്ക് അത്രയധികം സോഴ്സ് കുറവാണ്. സ്ത്രീകളെ സ്ട്രെങ്ത് കുറവാണ്. പോലീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രെങ്ത് കുറവാണ്. എന്നാലും 1% സ്ത്രീകള് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും ഉണ്ട്. അവർ ഉപയോഗപ്പെടുത്താം എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോയ് ചിറ്റലപ്പള്ളി, പ്രത്യേകിച്ച് ഈ ലഹരിയുടെ ഒരു കണക്ക് ഈ 2020, 2021, 2022 വർഷങ്ങളിലെ ഒരു കണക്ക് ഞാൻ തുടക്കത്തിൽ അവതരിപ്പിച്ചു. അതിഭീകരമായ രീതിയിലാണ് കേരളത്തിൽ ഈ ലഹരി മാഫിയ പിടിമുറുക്കുന്നത്. നമ്മുടെ യുവജനങ്ങളെ ബാധിക്കുന്നു, കുട്ടികളെ ബാധിക്കുന്നു. ഒപ്പം തന്നെ സമസ്ത മേഖലകളിലും, പ്രത്യേകിച്ച് ഈ കൊച്ചി പോലുള്ള മെട്രോ നഗരങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല കുറ്റകൃത്യങ്ങൾക്കും പിന്നിലും ഈ ലഹരിയുടെ ഒരു പ്രധാന ഒരു പിടി ഉണ്ട് എന്ന് തന്നെ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുണ്ട്. കേരളത്തിലെ യുവജനങ്ങൾ ഇത്തരത്തിൽ ഈ രാസ ലഹരികൾക്ക് അടിമകളായി പോയതിന്റെ ഉത്തരവാദികൾ ആരാണ് ശ്രീ ജോയ് ചിറ്റലപ്പള്ളി? യഥാർത്ഥത്തില് ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഉത്തരവാദികൾ സമൂഹമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ സമൂഹം പരാജയപ്പെടുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് ആ രാജ്യത്തെ ഒരു ഭരണകൂടമാണ്. ഇപ്പോ സമൂഹത്തില് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കോവിഡ് അനന്തരം ആണ് കേസുകൾ കൂടിയിരിക്കുന്നത്. കോവിഡിന് മുമ്പ് നമ്മുടെ കുട്ടികൾ വീടിനുള്ളിലായിരുന്നു. നമ്മളെല്ലാവരും പരിചിതമല്ലാത്ത ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു കുടുംബ ചുറ്റുപാടിലൂടെ കഴിഞ്ഞ ഒരു 2.5-3 കൊല്ലം നമ്മൾ കടന്നു. അപ്പൊ സമൂഹമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ കുറ്റക്കാര് എന്ന് പറയുമ്പോഴും അത് നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ ബോധവൽക്കരിക്കേണ്ടത് ആ രാജ്യത്തെ ഭരണകൂടമാണ്, അല്ലെങ്കിൽ അതാത് സംസ്ഥാന സർക്കാരുകളാണ് ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. ഇപ്പോ ജോർജ് പറഞ്ഞതുപോലെ 2022 നമ്മള് സെപ്റ്റംബർ 5 മുതൽ 8 വരെയുള്ള 4 ദിവസം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡ്രഗ് കേസുകൾ 652 എണ്ണമാണ്. മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്ത. 652 കേസുകളാണ് സെപ്റ്റംബർ 5 മുതൽ സെപ്റ്റംബർ 8 വരെ ഡ്രഗ് കേസുകളിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 2022 ജൂലൈ മാസം മൺസൂൺ സെക്ഷനിൽ പാർലമെന്റില് ശ്രീ നർഹരി ഹമീദ് എന്ന് പറഞ്ഞ രാജ്യസഭ MP ചോദിച്ച ഒരു ചോദ്യത്തിന് എത്ര കേസുകളാണ് നിയമപരമായിട്ട് ഡ്രഗ് മേഖലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് കണ്ട കണക്കുകൾ അനുസരിച്ച് കേരളം 3-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. അതിന്റെ റിപ്പോർട്ടാണ് ഈ പേപ്പർ
നിങ്ങൾക്ക് അത് ഗൂഗിളിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ ലഭ്യമാണ്, രാജ്യസഭാ സൈറ്റിൽ നിന്ന് തന്നെ ലഭ്യമാണ്. അതിൽ ഹെറോയിൻ എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റവും കൂടുതൽ ലഭ്യമായിരിക്കുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലാണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ജോർജ് കുറച്ചു നേരത്തെ പറഞ്ഞ കുമളി പോലുള്ള അല്ലെങ്കിൽ ഇടുക്കി പോലുള്ള ബോർഡർ സംവിധാനങ്ങളിൽ വേണ്ടത്ര ചെക്കിങ്ങോ അല്ലെങ്കിൽ ടെക്നിക്കൽ സൗകര്യങ്ങളോ ഇല്ല എന്ന ഒരു വാദം പറഞ്ഞത് ഇവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലേക്ക് ലഹരികൾ വരുന്നതിന്റെ ഈ ഹെറോയിൻ പോലുള്ള ഒരു എക്സാമ്പിൾ എടുത്തുള്ള ഹെറോയിൻ പോലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കേരളത്തിലാണെങ്കിൽ സെക്കൻഡ് വന്നിട്ട് തമിഴ്നാട്ടിലാണ്. മൂന്നാം സ്ഥാനം പഞ്ചാബിലാണ്. അപ്പൊ പഞ്ചാബിലേക്ക് എങ്ങനെ ഇതെത്തുന്നു എന്നുള്ളത് നമുക്ക് അറിയാം, ബോർഡർ അടുത്തുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോ കേരളത്തിലെ ഈ പറയുന്ന ലഹരികൾ കടന്നു വരുന്ന ഈ വഴികൾ അല്ലെങ്കിൽ ഇത്തരം സാധ്യതകൾ അടയ്ക്കാനായിട്ട് ഭരണകൂടമാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവര്. അതത് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളിവിടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. AEOമാർക്ക് ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ധാരാളം ബോധവൽക്കരണ പരിപാടികൾ നടത്തണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിലെ കുട്ടികളെ ഉച്ചയ്ക്ക് 2 മണിക്കും അല്ലെങ്കിൽ തെരുവോരങ്ങളിൽ ഇറക്കി മനുഷ്യച്ചങ്ങല പിടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ യോദ്ധാവ് പോലെയുള്ള ക്യാമ്പയിനുകളിൽ സ്കൂളിലെ കുട്ടികൾക്ക്, അതായത് ഇവൻ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് പോലും നടത്തിയത് കൊണ്ട് ഈ പറയുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് ഒരു പൂർണ്ണത വരികയില്ല. പൂർണ്ണത വരണമെന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ ലഹരി നയത്തിൽ വ്യക്തമായിട്ടുള്ള കാതലായ മാറ്റം വരണം. ലഹരി നയത്തിൽ കാതലായ മാറ്റം വരുത്തണമെന്ന് പറയുമ്പോൾ നിലവിൽ നമ്മുടെ അടിസ്ഥാനപരമായ ലഹരി എന്ന് വിചാരിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വഴി നടത്തുന്ന മദ്യവിൽപ്പന കച്ചവടം, അത് സർക്കാർ നേരിട്ട് നടത്തുന്ന മദ്യവിൽപ്പന കച്ചവടം, അത് പൂർണ്ണമായിട്ട് നിരോധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ പിടിച്ചു നിർത്തുന്നത് പോലും ബിവറേജസ് കോർപ്പറേഷന്റെ ഒക്കെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതൊരിക്കലും സാധ്യമല്ല. എങ്കിലും മദ്യനയം വരുമ്പോൾ ആ നിലവിലുള്ള എണ്ണങ്ങളുടെ ബിവറേജസ് എണ്ണങ്ങളുടെ എണ്ണം കുറയ്ക്കാനെങ്കിലും ഒരു സർക്കാരെങ്കിലും തയ്യാറാണ്. നിലവിലെ പുതിയ മദ്യനയം കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മദ്യനയം അനുസരിച്ച് ബിവറേജസ് എണ്ണകളിലെ എണ്ണം കൂടി എന്നുള്ളത് മാത്രമല്ല, നിലവിൽ അവിടെ ലഭ്യമാകുന്ന വിദേശ മദ്യങ്ങളുടെ ബ്രാൻഡിൽ പോലും വ്യത്യാസങ്ങളും പുതിയതായിട്ടുള്ള അഡിക്ഷനും ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി വസ്തുതയാണ്. അപ്പൊ ഇവിടെ ചെയ്യേണ്ട യഥാർത്ഥത്തിൽ ബിവറേജസ് എണ്ണത്തിന് കുറയ്ക്കണം. ബേസിക് അടിസ്ഥാന മദ്യം എന്നൊക്കെ ലഹരി എന്നൊക്കെ പറയാവുന്ന ഈ മദ്യ ഉൽപാദനം തന്നെ കുറച്ച് സർക്കാർ മാതൃക കാണിക്കും. എന്നിട്ട് വേണം ഇത്തരത്തിലുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പാവപ്പെട്ട കുട്ടികളെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ വളരെയധികം ഈ പറയുന്ന നമ്മുടെ അമ്മച്ചിമാരെ എല്ലാം നടുറോട്ടിലെത്തി മനുഷ്യച്ചങ്ങല നടത്തുന്ന ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ, അതൊന്നും യഥാർത്ഥത്തിൽ ബോധവൽക്കരണത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യമല്ല. ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് ശ്രീ ജോയ് ചിറ്റപ്പള്ളി. പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നിനെതിരെ യോദ്ധാവ് പോലുള്ള പദ്ധതികൾ സർക്കാർ സ്കൂളുകളിൽ ആവിഷ്കരിക്കുന്നു. എന്നാൽ മറുസൈഡിൽ മദ്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നയങ്ങൾ ഒരു തരത്തിലൊരു ഇരട്ടത്താപ്പല്ലേ ഇത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. മദ്യനയത്തെ യഥാർത്ഥത്തിൽ മദ്യോൽപാദനം കൂട്ടുന്ന തരത്തിലുള്ള നയമാണ് രൂപീകരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല ഒരു സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അനുഭവിക്കുന്ന ഈ ലഹരിയുടെ ഏറ്റവും ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് സർക്കാർ കൊണ്ടുവരുന്ന പിന്നെ ധാർമ്മികപരമായിട്ട് മുൻതൂക്കം കൊടുത്ത് നടത്തേണ്ടത് സർക്കാർ കൊടുക്കേണ്ടുന്ന മുഖച്ഛായ അത് നല്ലതല്ലാത്തത് കൊണ്ടാണ് മറ്റ് ലഹരികളിലൂടെ വളരെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാവുന്ന എന്നാൽ വളരെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാവുന്ന ലഹരിയിലൂടെ കുട്ടികൾ ഈ പറയുന്ന നമ്മുടെ യുവജനങ്ങളെ എല്ലാം പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് ട്രാപ്പിടാവുന്നത്. ഈ കുട്ടികൾക്ക് യഥേഷ്ടം കിട്ടുന്നത് അവര് പൈസ കിട്ടുന്നതിന് വേണ്ടി മാതാപിതാക്കളെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നോ ഇല്ല, ഏതെങ്കിലും രീതിയിൽ പൈസ ഉണ്ടാക്കി ഈ പറയുന്ന ലഹരികൾ കൺസ്യൂം ചെയ്യാനായിട്ട് ഇടപെട്ടത്. അപ്പൊ ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു മാതൃക കാണിക്കേണ്ട സർക്കാർ തികഞ്ഞ പരാജയമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, അതോടൊപ്പം ശ്രീ ജോയ് ചിറ്റപ്പള്ളി, നമ്മൾ ഈ ഇന്റേണൽ ആയിട്ട് ഇവിടെ നടക്കുന്ന ഒരു ലഹരി കച്ചവടത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഒപ്പം 2 ഇൻസിഡൻസ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 2021 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് 3000 കിലോ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അഫ്ഗാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹക്കാനി നെറ്റ്വർക്ക് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഏറ്റവും ഒടുവിൽ ഈ വർഷം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് കൊച്ചി തീരത്തോട് ചേർന്ന് ഏകദേശം 200 കിലോയോളം ഹെറോയിൻ പിടികൂടിയിരുന്നു, ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹാജി സലീം ഡ്രഗ് നെറ്റ്വർക്കാണ്.
അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സസിന്റെ വലിയൊരു കൈകടത്തൽ ഈ കേരളത്തിൽ മാത്രമല്ല ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഒരു ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് വരുന്നില്ലേ? അതിൽ കേന്ദ്ര സർക്കാരിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്കില്ലേ? ഈ എക്സ്റ്റേണൽ, അതായത് രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന ഈ ലഹരി മാഫിയുടെ വേറെ ഇറക്കുവാൻ ഈ കേന്ദ്ര സർക്കാരിനും ഒരു നിർണായകമായിട്ടുള്ള ഒരു റോളില്ലേ ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരും ഇതിന് നിർണായകമായിട്ടുള്ള റോളാണ് വഹിക്കുന്നത്. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, പല കേസുകളിലും കേന്ദ്രത്തിനെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഫോഴ്സിനെ ഇപ്പോ നിങ്ങൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രാജ്യസഭയിൽ കൊടുത്ത റിപ്പോർട്ടുകൾ, ഈ കണക്കെല്ലാം നമ്മുടെ കേന്ദ്ര ഫോഴ്സുകൾ പിടിച്ച കണക്കുകളാണ്. സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പിടിച്ച കണക്കുകളൊന്നും നിലവിൽ ഇതിനകത്തില്ല. ഇത് നമ്മുടെ സെൻട്രൽ ഫോഴ്സ് പിടിച്ചെടുത്ത കണക്കുകളാണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലതരത്തിൽ കൂടെ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ മനോരമയിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് ഡ്രഗ് കടത്താൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ചെക്കിംഗ് ഇല്ലാത്ത ട്രെയിൻ സംവിധാനം, അതുപോലെ തന്നെ ബസ് സംവിധാനങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയാണ് ചെക്കിംഗ് ഉള്ളത്? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന നേരത്തെ കണക്ക് പ്രകാരം 3-ാം സ്ഥാനം പഞ്ചാബിലാണ്. പഞ്ചാബ് വഴിയാണ് ഹെറോയിൻ ഏറ്റവും കൂടുതൽ 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഈ പഞ്ചാബിലൊരു ബോർഡർ ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന ബസ്സിലൂടെയൊക്കെ വരുമ്പോൾ അത് എപ്പോഴും ചിലപ്പോഴൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ് ചെയ്യുക. അങ്ങനെ മിസ് ചെയ്ത് പോകുമ്പോൾ ഒരു സംസ്ഥാനത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരം ഡ്രഗ് കടന്നു വന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതായത് സംസ്ഥാന സർക്കാരിന്റെ ഹോം അഫയേഴ്സ്, ഹോം ഡിപ്പാർട്ട്മെന്റ് വിജിലന്റ് ആവേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ എവിടെയാണ് വിജിലന്റ് ആയിരിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ പാലാ രൂപതാധ്യക്ഷൻ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചതിന് ഉണ്ടായ പുകയിലെ നമ്മൾ ഇവിടെ വായിച്ച് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം കേട്ടതാണ്. അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആക്രമണ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയോട് കേരള സർക്കാർ പ്രതികരിച്ച് അത്തരമൊരു കേസ്, അങ്ങനെ ഒരു കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാത്തതല്ല. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും കേരളത്തിൽ നിലവിൽ സംഭവിക്കുന്നു. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ അത് ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആ രീതിയിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കൂടി ഒരു വസ്തുതയാണ്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് കാണാനായിട്ട്. ഒരു വിഭാഗം ജനത മാത്രം ഈ പറയുന്ന ലഹരിക്ക് അടിമപ്പെടുകയും അവരുടെ പുതിയ തലമുറ പിന്നെ ടെക്നിക്കലായിട്ടും സാങ്കേതികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ട് പിന്നോട്ട് പോവുകയും ഉയരങ്ങളിൽ എത്താൻ കഴിയാത്ത വിധത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്യുന്ന ഒരു അപകട നിലയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലഹരി കേസുകളിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമുദായങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അത് വിതരണം ചെയ്യപ്പെടുന്ന ശൃംഖലകളുടെ കണ്ണികളുടെ ലിസ്റ്റ് എടുത്താൽ പോലും നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാകും. അപ്പോൾ ഈ ലഹരിക്ക് ഉപയോഗപ്പെടുന്നതും ഇത് വിതരണം ചെയ്യുന്നവരും തമ്മിലുള്ള സാമുദായിക സന്തുലിതാവസ്ഥ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് എവിടെ നിന്നാണ് ഇത് വരുന്നത്, ആർക്കു വേണ്ടിയാണ് സംസ്ഥാന സർക്കാരുകൾ ഇത് ഒത്താശ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിരോധിക്കപ്പെട്ടിരിക്കുന്ന സംഘടന പോലും നിരോധിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ വേണ്ടി വന്നു. ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് കേരളത്തിന്റെ തൊട്ട് താഴെ ആഭ്യന്തര വകുപ്പിന്റെ തൊട്ട് താഴെ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് വർഷങ്ങൾ ഇത്രയായിട്ടും എന്തുകൊണ്ട് അത് നിരോധിക്കാൻ സാധിച്ചില്ല? അത്തരമൊരു റിപ്പോർട്ട് നമ്മളുടെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പോയില്ല. അപ്പൊ ഇത്തരത്തിൽ ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ വോട്ട് ബാങ്കിന് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഒരു സംവിധാനത്തിലൂടെ ഒരു തലമുറയെ തന്നെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ പല സമുദായങ്ങളെ തന്നെ മുന്നോക്ക സമുദായങ്ങളെയും ഒരു വിഭാഗത്തെ പിന്നോട്ടടിക്കുന്ന ഒരു പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുകയാണ് മാറി മാറി വന്ന കേരളത്തിലെ സർക്കാരുകൾ ചെയ്തത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഫാദർ ടിജോ, ഈ ഒരു ഘട്ടം വരെ നമ്മൾ ഈ കണക്കുകളിലൂടെ സംസാരിക്കുകയായിരുന്നു. എന്നാൽ കണക്കുകളെക്കാളൊക്കെ അപ്പുറത്ത് ഈ ലഹരിയുടെ ഭീകരത അല്ലെങ്കിൽ അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രത്യാഘാതം എത്രത്തോളം ഗുരുതരമാണ് എന്ന് അങ്ങേക്ക് കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു ലഹരി പുനരധിവാസ കേന്ദ്രത്തിന്റെ ഒരു ഡയറക്ടർ കൂടിയാണ് അങ്ങ്. ഈ എക്സൈസ് വകുപ്പ് ഇത്തരം കുറ്റവാളികളെ പിടികൂടുന്നു. പക്ഷേ ആ കുറ്റവാളികളുടെ ഒരു യഥാർത്ഥ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു പൾസ്, അവരുടെ ഒരു ജീവിതത്തിന്റെ ദയനീയ അവസ്ഥ അങ്ങേക്ക് വളരെ വ്യക്തമായി തന്നെ തിരിച്ചറിയാൻ സാധിക്കും. എത്രത്തോളം ദയനീയമാണ് ഈ ലഹരിക്ക് അടിമപ്പെടുന്ന നമ്മുടെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ അവസ്ഥ പതട്ടിച്ചു? വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട, കേരള സമൂഹം ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ ഈ ലഹരിയുടെ ഉപയോഗം എത്തി നിൽക്കുന്നത്. ശരിക്കും ഞാൻ ഈ ലഹരി പുനരധിവാസ കേന്ദ്രത്തിന്റെ ചാർജ് എടുക്കുന്ന സമയത്ത് 100 ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്നതിൽ ഒരാളെങ്ങാനുമായിരിക്കും ലഹരി
മദ്യമല്ലാതെ മറ്റ് ലഹരി ഉപയോഗിച്ചിട്ട് കടന്നു വരാറുള്ളത് ട്രീറ്റ്മെന്റിന് വേണ്ടി. അതും മിക്കവാറും ഒരു 10-25 വയസ്സായ ആളുകളായിരിക്കും. എന്നാൽ ഈ 2022 ഇതിൻ്റെ ചിത്രം കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ വരുന്നത് 8ാം ക്ലാസ് തുടങ്ങിയുള്ള മക്കളാണ്. 100 പേരെടുക്കുന്നതിൽ 25-30 പേരും ഈ രാസലഹരികൾക്ക് അടിമയായ കുട്ടികളാണ്. 8ാം ക്ലാസ് തുടങ്ങിയുള്ള കുട്ടികൾ. അതിൻ്റെ അർത്ഥം നേരത്തെ 2 ബഹുമാനപ്പെട്ട സ്പീക്കേഴ്സും പറഞ്ഞതുപോലെ കേരളം ഒരു ഹബ്ബാക്കി മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് കേരള സമൂഹം ശരിക്കും തിരിച്ചറിയണം. അവർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് മുഴുവനായിട്ട്. ഇനി ഓരോ ആളുകളും, ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുമ്പോൾ അവൻ്റെ കുടുംബത്തിന് സംഭവിക്കുന്ന ദയനീയമായ ഒരു അവസ്ഥയുണ്ട്. ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എവിടെ നിന്ന് ഈ ലഹരി കിട്ടിയത്? ലഹരി ആരാണ് അവനെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്? ആരാണ് അവന് എത്തിച്ചു കൊടുത്ത് നിരന്തരമായി അത് ഉപയോഗിക്കാനായിട്ട് പ്രേരണ കൊടുക്കുന്നത്? ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങളാണ്. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകളുടെ അവസ്ഥയാണ് എന്നോട് ജോർജ് പറയാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോർജ്, ഇത് വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ലഹരിക്ക് അടിമയായ കുട്ടികൾ ആദ്യം എതിർക്കുന്നത് അവരുടെ പേരൻസിനെയാണ്. അവരുടെ മാതാപിതാക്കളോടുള്ള ശക്തമായ വിരോധം, വെറുപ്പ്, അവര് രാത്രികളിലുള്ള ഉറക്കമില്ലായ്മ, രാത്രി വീടുകളിലേക്ക് എത്താത്ത അവസ്ഥ. 3 മണിക്കൊക്കെ വീടുകളിൽ നിന്ന് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടി 3 മണിക്കൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരിക, പുലർച്ചെ 3 മണിക്ക്. പാരൻസിനോട് എന്തെങ്കിലും പണമോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മോഷ്ടിക്കുക. പാരൻസിനെ ഈവൻ വെട്ടോത്തി കൊണ്ട് വെട്ടാൻ പോയ കേസുകൾ വരെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഭീകരമായൊരു കുടുംബാന്തരീക്ഷം. അവരുടെ പാരൻസ് എങ്ങനെയാണ് ഇതിൽ കൂടെയൊക്കെ കടന്നു പോകുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എങ്ങനെയാണ് ഒരു പാരന്റ് വലിയ പ്രതീക്ഷയോടുകൂടി 1-2 കുട്ടികളാണ് കേരളത്തിൽ ഒരു കുടുംബത്തിൽ ഒരു മാതാപിതാക്കൾക്കുള്ളത്. കേരളത്തിൽ 2 കുട്ടികളൊക്കെയാണ്. ഈ 2 കുട്ടികളിൽ ഒരു കുട്ടി, ചിലപ്പോൾ 2 കുട്ടികളും ഈ ഒരു ലഹരി എന്ന് പറയുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ പിന്നെ ആരാണുള്ളത്? ഇവരെ നോക്കാൻ എളുപ്പമല്ല. ഇവര് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് വർത്താനം പറയാൻ പറ്റില്ല. ലഹരിക്ക് അടിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. TV അടിച്ചു പൊട്ടിക്കുക, ഫോൺ അടിച്ചു പൊട്ടിക്കുക, നുണ പറയുക, എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കും, മർക്കടമുഷ്ടി കാണിക്കുക. ഈ വക സ്വഭാവ രീതികളൊക്കെ ഈ മക്കൾ കാണിച്ചു തുടങ്ങി കഴിയുമ്പോൾ പേരൻസിന് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇത് എന്തുകൊണ്ടാണ് എൻ്റെ മകൻ ഇങ്ങനെ? ഒറ്റ പേരൻറ്റും വിചാരിക്കുന്നില്ല എൻ്റെ മകൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന്. അവർ വിചാരിക്കുന്നവന് മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, എന്തെങ്കിലും സ്ട്രഗിളിൽ കൂടെ കടന്നു പോകാവും, എന്തെങ്കിലും വിഷമങ്ങളിലൂടെ കടന്നു പോവുകയാവും. മിക്കവാറും അതൊന്നും ആയിരിക്കില്ല. മിക്കവാറും അവൻ ലഹരിക്ക് അഡിക്റ്റായി തുടങ്ങിയിട്ടുണ്ടാകണം. അത് പാരൻസ് തിരിച്ചറിയാൻ വൈകുന്ന അവസ്ഥയിൽ ഇവർക്ക് മാനസികമായിട്ടുള്ള രോഗപീഠ അവസ്ഥകൾ ഈ മക്കൾ കാണിച്ചു തുടങ്ങും. ഇത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ സംഭവിക്കുക. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 ദിവസം മുമ്പ് ഒരു അമ്മ, അവൻ്റെ അപ്പനില്ല, അപ്പൻ മരിച്ചുപോയി, 2ാമത്തെ കുട്ടിയാണ്, കൊച്ചുകുട്ടിയാണ്, 8ൽ 9ൽ പഠിക്കുന്ന കുട്ടിയും കൊണ്ട് എന്നെ കാണാൻ വന്നു. എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്: ഇവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവൻ സമ്മതിക്കുന്നില്ല, പക്ഷേ ഇവൻ്റെ റൂമിൽ നിന്ന് എനിക്ക് കഞ്ചാവിൻ്റെ പൊതികൾ കിട്ടി. ഞാൻ എന്താണ് ചെയ്യേണ്ടത് അച്ഛൻ? ഇവൻ പറഞ്ഞാൽ അനുസരിക്കില്ല, എൻ്റെ നേരെ കൈ ഓങ്ങും. ഞാൻ പറഞ്ഞു ഒരു ഒറ്റ കാര്യം കേൾക്കില്ല. മാത്രമല്ല ഇവൻ്റെ കൂട്ടുകെട്ട് അതുപോലുള്ള ആളുകളുടെ കൂടെയാണ് ഇവൻ്റെ കൂട്ടുകെട്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛൻ? പാരന്റ് ചോദിച്ചതാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ നീ ഇത് ഉപയോഗിക്കോടാ? അവൻ എടുത്ത വഴിക്ക് അവൻ പറയുന്നത് ഉപയോഗിക്കുന്നില്ല അച്ഛൻ, ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ സിഗരറ്റ് മാത്രമേ വലിക്കുന്നുള്ളൂ. പതുക്കെ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോഴാണ് മനസ്സിലായത് അവൻ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. രാസലഹരികൾ അടക്കം, കഞ്ചാവ് മുതൽ രാസലഹരികൾ അടക്കമുള്ള ഒരുപാട് ലഹരികൾ ആ മകൻ ഉപയോഗിക്കുന്നു. കുടുംബത്തിന് ഭയങ്കര അസ്വസ്ഥത, അവന് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇത് ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്ന കുടുംബ ബന്ധങ്ങളുടെ തകർച്ച, വ്യക്തിജീവിതത്തിന്റെ തകർച്ച, സാമൂഹ്യ ജീവിതത്തിലുള്ള അക്രമങ്ങൾ, കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്രമങ്ങൾ, ഇതൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഇത് വലിയ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ഒപ്പം ഫാദർ ടിച്ചോ, ഈ കുട്ടികൾക്ക് നേരത്തെ അങ്ങ് ഒന്ന് സൂചിപ്പിച്ചു, ഇവർക്കിത് എവിടുന്നാണ് ലഭിക്കുന്നത്? ഈ 8ലും 9ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ, മാതാപിതാക്കൾ വളരെ ഒരു പെറ്റായിട്ട് വളരെ കെയറിങ്ങോട് കൂടി തന്നെ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങി കൂടുന്ന പല കുട്ടികളുമുണ്ട്. പ്രത്യേകിച്ച് മൊബൈലിന്റെ ഫ്രണ്ടിൽ, ടിവിയുടെ ഫ്രണ്ടിൽ. പണ്ടൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള പറമ്പുകളിലും മൈതാനത്തൊക്കെ കൂട്ടുകാരുടെ കൂടെ പോയി ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന ആ ഒരു സാഹചര്യമൊക്കെ മാറി വീടിനുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന കുട്ടികൾ. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഈ 8ലും 9ലും ഒക്കെ പഠിക്കുന്ന ഇവർക്ക് ആരാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണോ പ്രശ്നം? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഫാദർ ടിച്ചോ? ഇത് വളരെ 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 ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളുകളിൽ ഇത് വിതരണം ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇത് പുറത്തുനിന്ന് വലിയ ആളുകൾ നേരെ സ്കൂളിലേക്ക് വന്ന് സ്കൂളിൽ വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥയല്ല. സ്കൂളുകളിൽ കുട്ടികളാണ് ഇത് വിതരണം ചെയ്യുന്നത്. കുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. പലപ്പോഴും പെൺകുട്ടികൾ ഇതിൽ ഇൻവോൾവ് ആണ്. ഇവർ നല്ല കഴിവുള്ള പെൺകുട്ടികളെ, നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളെ, നല്ല കഴിവുള്ള ആൺകുട്ടികളെ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൺകുട്ടികളെ ഒക്കെ ഇവര് ഇതിനു വേണ്ടിയിട്ട് ഒരുക്കുകയും അതിനുള്ള ആനുകൂല്യങ്ങൾ ആ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഒരു മകൻ എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അവന് 17 വയസ്സായിട്ടുള്ളൂ. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് 40,000 രൂപ ശമ്പളം കിട്ടും. അവൻ ചിന്തിക്കുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നാൽ ഞാൻ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് നിന്ന് ഈ സംസ്ഥാനത്തിൽ ഒരു ജില്ലയിലേക്ക് ഈ സാധനം കൊണ്ടുവന്നാൽ ഒരു പ്രാവശ്യം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 20,000 രൂപ കിട്ടും. അപ്പോൾ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം 20,000 രൂപ അവൻ്റെ കയ്യിലേക്ക് ഒന്നും അറിയാതെ വരികയാണ്. ആരും കുട്ടികളെ പോയി ചെക്ക് ചെയ്യാനായിട്ട് കുട്ടികളൊന്നും ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ല. പക്ഷെ കുട്ടികളാണ് മുതിർന്നവരുടെ സഹായത്തോടെ കുട്ടികളാണ് സ്കൂളുകളിൽ ഇത് വിതരണം ചെയ്യുന്നത്. ഇന്ന് നെസ്റ്റഡ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഞാൻ സെന്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ബൈസ്റ്റാൻഡറായിട്ട് വന്ന ഒരു മകൻ, അവന് 19 വയസ്സായിട്ടുള്ളൂ, അവൻ്റെ കയ്യിൽ ഈ ലഹരി, അവൻ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ വന്നതാണ്. നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് അത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. എന്തൊരു വിഷമാണ്! ഇവനെ എവിടെ നിന്ന് ഈ സാധനം കിട്ടി? ഇവനോട് എത്ര ചോദിച്ചാലും ഇവൻ ഷെയർ ചെയ്യില്ല. പക്ഷെ ഇവന് കിട്ടിയിരിക്കുന്നവൻ്റെ കൂട്ടുകാരിൽ നിന്നാണ്. ഇതിങ്ങനെ നീണ്ട് കണ്ണി പോലെ ഇങ്ങനെ നീണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവർ ഉപയോഗിക്കുന്നത് കുട്ടികളെ തന്നെയാണ് ലഹരി വിതരണം ചെയ്യാൻ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അത് ഉപയോഗിച്ച് തുടങ്ങി എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന 15നും 22നും ഇടയ്ക്ക് 20ഓളം മക്കൾ ഇപ്പോൾ അവിടെ ചികിത്സ തേടുകയാണ്. അതിൽ മിക്കവാറും കുട്ടികൾ ലഹരി ആരംഭിച്ചിരിക്കുന്നത് 8ലും 9ഉം പഠിക്കുന്ന സമയത്താണ്. സ്കൂളുകളിൽ നിന്നാണ്, കോളേജുകളിൽ നിന്നല്ല, സ്കൂളുകളിൽ നിന്നാണ് ഇത് ആരംഭിച്ചതെന്നുള്ളത് പാരൻസ് ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒപ്പം ഫാദർ ടിച്ചോ, നമ്മുടെ പെൺകുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? അവരും ഈ സമാനമായ രീതിയിൽ തന്നെ ഇതിനോട് അഡിക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്? രണ്ടാമത്തെ ഒരു ചോദ്യം, നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു, ഒപ്പം തന്നെ യുവജനങ്ങൾ, അവിടെ എത്തുന്ന യുവജനങ്ങളുടെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പ്രത്യേകിച്ച് ഹൈലി ക്വാളിഫൈഡ് ആണോ? അവരുടെ ഒരു ജോലി പശ്ചാത്തലം അതൊക്കെ എങ്ങനെയാണ്? പെൺകുട്ടികളെ കുറിച്ച് നമുക്ക് പുറത്തേക്ക് ന്യൂസുകളും കാര്യങ്ങളും വരുന്നില്ല എത്ര അഡിക്ഷൻ ഉണ്ട് എന്ന്. റീസെന്റ് പല പാരൻസ് എന്നെ വിളിച്ച് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ മോള് ഇത് ഉപയോഗിക്കുന്നുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് പല പാരൻസ് എന്നോട് വിളിച്ച് ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. പെൺകുട്ടികൾ ഇത് ഇൻവോൾവ്ഡ് ആണ്. പെൺകുട്ടികളും ലഹരി ഉപയോഗിക്കുന്നു, ലഹരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ഈ ഇടയ്ക്കുള്ള വാർത്തകളിലൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്ന കാര്യമാണ് പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. ഇന്നലെ തന്നെയുള്ള വാർത്ത നമ്മളത് ശ്രദ്ധിച്ചു. ഒരു പെൺകുട്ടി അതിൽ ഭാഗഭാക്കായിരിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടികൾ ഇതിൽ ഭാഗഭാക്കാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രണ്ടാമതായി, നന്നായി പഠിക്കുന്ന കുട്ടികളാണ് പലപ്പോഴും വളരെ മോശം കുട്ടികൾ എന്ന് നമ്മൾ പറയുന്ന, പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടികൾ, മോശം കുട്ടികളില്ല ആരും. പഠിക്കാനായിട്ട് കുറച്ച് കഴിവ് കുറഞ്ഞ കുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ ആദ്യം തന്നെ കളയണം. കാരണം നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പല കുട്ടികളും നെസ്റ്റിലേക്ക്, നമ്മുടെ ഭാഗത്തേക്ക് ട്രീറ്റ്മെന്റിനായിട്ട് വരുന്ന അവസ്ഥയുണ്ട്. അപ്പം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾ, നല്ല കുടുംബത്തിലെ കുട്ടികൾ, നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികൾ, എനിക്ക് ഭയങ്കര വിഷമം തോന്നും. ഈ കുട്ടിയൊക്കെ ശരിക്കും പഠിച്ച് വളർന്നിരുന്നെങ്കിൽ സമൂഹത്തിന് മാത്രം അവരുടെ കുടുംബത്തിന് എത്രമാത്രം അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണ് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, എന്നിട്ട് മെഡിസിന് പഠിക്കുന്ന കുട്ടികൾ. എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളിൽ നിന്നും, ആർട്സ് കോഴ്സുകളിൽ നിന്നും ഈ കുട്ടികൾ, ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾ ഈ ട്രീറ്റ്മെന്റിനായിട്ട് വരാറുണ്ട്. അതോടൊപ്പം ഫാദർ ടിജോ, അങ്ങ് പറയുന്നതിൽ നിന്നും നമുക്കൊരു ഇൻഫറൻസ് ആയി എടുക്കാവുന്നത്, പ്രത്യേകിച്ച് ആ ഒരു ദയനീയാവസ്ഥ അങ്ങ് പറഞ്ഞു, പ്രത്യേകിച്ച് ഈ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ടാലന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടായേക്കാവുന്ന കുട്ടികളെയാണ് ഇവർ
കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെ? അതെ, വളരെയധികം. എൻ്റെ ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചത് മനസ്സിലായത്, ഒന്നും വിവരങ്ങളെല്ലാം കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് മറ്റൊന്നും വെളിപ്പെടുത്താനായിട്ട് സാധിക്കില്ലല്ലോ. എങ്കിൽ ഒരു കാര്യം അവൻ പറഞ്ഞത്, അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 75% കുട്ടികളും ലഹരി ഒരു പ്രാവശ്യം ഉപയോഗിച്ചവരോ അല്ലെങ്കിൽ ലഹരിക്ക് അഡിക്റ്റോ ആണ് എന്നുള്ള വസ്തുതയാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവൻ പഠിച്ച സ്കൂളും പഠിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. ഇത് പരസ്യമായ രഹസ്യമാണ്, എല്ലാവർക്കും അറിയാം, പലർക്കും അറിയാം ഇത് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. വളരെ വ്യക്തമാണ്, വളരെ ഞെട്ടിപ്പിക്കുന്നതും ഒപ്പം തന്നെ കരളലിയിക്കുന്ന കാര്യങ്ങളാണ് അച്ഛൻ പങ്കുവച്ചത്. ശ്രീ തോമസ് ഡേവിസ്, അച്ഛൻ പറഞ്ഞ ഒരു പോയിന്റാണ് അങ്ങോട്ട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്കൂളിലേക്ക് ഈ വമ്പൻ ലഹരി മാഫിയകളൊന്നും അല്ല ഡയറക്റ്റ് ഇത് സപ്ലൈ ചെയ്യുന്നത്. ഒന്നുകിൽ ആ സ്കൂളിലെ സുഹൃത്തുക്കൾ, ആ സുഹൃത്തിന് വേറെ മറ്റൊരാൾ, അതങ്ങനെ ആ ഒരു കണ്ണിയായിട്ട് പോകുന്നു. ഏതെങ്കിലും ഒരു കണ്ണീനെയായിരിക്കും ഈ എക്സൈസും പോലീസും പിടിക്കുന്നത്. അത് പല ഘട്ടങ്ങളിലും ആരെങ്കിലും ഒക്കെ ഒറ്റുകൊടുത്ത് അല്ലെങ്കിൽ രഹസ്യ വിവരം കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു കണ്ണിക്ക് ചിലപ്പോൾ പോയാൽ, അങ്ങേയറ്റം പോയാൽ അതിന്റെ തൊട്ടപ്പുറത്തെ കണ്ണിന് ചിലപ്പോൾ അതിലേക്ക് അന്വേഷണം ചെന്നെത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിന്റെ ഒരു റൂട്ടിലേക്ക് പലപ്പോഴും അന്വേഷണ സംവിധാനങ്ങൾക്ക് ചെന്നെത്താൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതിന്റെ ഒരു റൂട്ട് കോസ്, നമ്മളതിന്റെ ഒരു വേറെ അർത്ഥമെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് ചുവടോടെ അത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പിഴുതെറിയാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു യഥാർത്ഥ കാരണത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു റൂട്ട് കോഴ്സിലേക്ക് പലപ്പോഴും ചെന്നെത്താൻ സാധിക്കാതെ പോകുന്നത്? ശ്രീ തോമസ് ഡേവിസ്. ഒരു റൂട്ട് കോസ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഈ മേഖല ഒരു വലിയൊരു സംഘടിത മേഖലയാണല്ലോ. അപ്പൊ ഈ മേഖലയിലേക്ക് ഇപ്പൊ നമ്മളൊരു പ്രതിയെ കിട്ടിയാൽ ആ പ്രതിക്ക് ഇത് എവിടുന്ന് കിട്ടിയത് നമ്മൾ അന്വേഷിക്കും. അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് ഇപ്പൊ നമുക്കങ്ങനെ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ കൂടുതൽ കൊറോബറേറ്റ് ചെയ്ത ആളെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇവര് കൊടുത്ത കുറെ കണ്ണികളെ നമുക്ക് കണ്ടെടുത്താൻ സാധിക്കും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വലിയ റൂട്ട് കോസ് ഇതിന്റെ ഒറിജിനൽ സോഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ എൻ്റെ സർവീസിലുള്ള കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരുപാട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈവൻ നമ്മുടെ കർണാടക ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷണം നടത്തുകയും നമ്മുടെ വയനാടിന്റെ അതിർത്തി ഭാഗങ്ങളിലൊക്കെ നമ്മുടെ മലയാളികൾ തന്നെ ധാരാളം ഹട്ട്സിൽ നമ്മുടെ കഞ്ചാവ് കൊണ്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് ധാരാളം കേരളത്തിലേക്ക് കടത്തിവിടുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾ കർണാടക എക്സൈസ് കമ്മീഷണറുമായിട്ട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം പോയി സംസാരിച്ചിട്ടുണ്ട്, ജോയിന്റ് ഓപ്പറേഷൻ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മലയാളികൾ ഇതിനകത്ത് ഒരു മേഖല കേരളത്തിന് പുറത്തു തന്നെ നിൽപ്പുണ്ട്. പക്ഷെ നമുക്കിപ്പോ കർണാടകയിൽ പോയി അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കിപ്പോ തമിഴ്നാട്ടിൽ പോയി അറസ്റ്റ് ചെയ്യാനും നേരിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മറ്റുള്ളവരുടെ സഹകരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനുള്ള കൃത്യമായ സോഴ്സ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാലേ നമുക്കത് സാധ്യമാവും. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്, ഇത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ സോഴ്സ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കണം, എങ്കിലേ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒപ്പം ശ്രീ തോമസ് ഡേവിസ്, പലപ്പോഴും ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് അങ്ങേ പോലുള്ള ഉദ്യോഗസ്ഥരൊക്കെ വളരെ കഷ്ടപ്പെട്ട് തെളിവുകൾ ശേഖരിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു കുറ്റപത്രം തയ്യാറാക്കി പിന്നെ അറ്റ് ദി എൻഡ് അതൊരു കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പലരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പങ്കുവെച്ച ഒരു വേദനയാണ്. പിന്നീട് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഈ മറുഭാഗത്തേന് വേണ്ടിയിട്ട് ഹാജരാകുന്നത് ലക്ഷങ്ങൾ ഫീസ് മേടിക്കുന്ന വക്കീൽമാർ, അല്ലെങ്കിൽ ചില പഴുതുകളൊക്കെ നോക്കിക്കൊണ്ട് അവർക്ക് യഥേഷ്ടം ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ നോക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ ചെറിയ കണ്ണികളെ പിടിക്കുമ്പോൾ അവർക്ക് പിന്നിൽ ലക്ഷങ്ങൾ, അവരെ പുറത്തിറക്കാൻ ലക്ഷങ്ങൾ ഫീസ് മേടിക്കുന്ന അഡ്വക്കേറ്റ്സ് ഒക്കെ കോടതിയിലെത്തുന്നു. വളരെ വ്യക്തമല്ലേ വലിയൊരു സാമ്പത്തിക മാഫിയ അല്ലെങ്കിൽ ലഹരി മാഫിയ, വൻ മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത്? ശ്രീ തോമസ്. എനിക്ക് ജോർജിനോട് പറയാനുള്ള, ഞാനിത് മനസ്സിൽ ആദ്യം തന്നെ വിചാരിച്ചൊരു വിഷയമായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ഒരു ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. ഞാനിത് പറയണമെന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ്. പക്ഷെ ഈ പറയുന്നതിനകത്ത് വമ്പൻ എമൗണ്ട് കൊടുത്ത് വലിയ വക്കീലന്മാരെ കൊണ്ടുവന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ അഭിപ്രായം, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത്ര രീതിയിൽ ട്രെയിനിങ് അനിവാര്യമാണ്. കാരണം ഒരു NDPS കേസ് കോടതിയിൽ കൊണ്ടുവന്ന് അത് അവന് ശിക്ഷ മേടിച്ചു കൊടുക്കണമെങ്കിൽ ഒരുപാട് പഴുതുകൾ ഉള്ളത് കൊണ്ട് ശരിയായ ട്രെയിനിങ് അവർക്ക് അത്യാവശ്യം.
ഈ ട്രെയിനിങ് എക്സൈസുകാർക്കാണേലും പോലീസുകാർക്കാണേലും അത് വേണ്ടത്ര കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ സർവീസിൽ ഞാൻ ഇതുപോലെ അവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു. ഇവർക്ക് വേണ്ടി പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ അത് എത്രയോ ശതമാനം ഞാൻ ഓരോ മാസവും ഇതിന്റെ റേറ്റ് എത്ര കൂടി എന്ന് കണ്ടപ്പോൾ 500% ഓഫ് ഇൻക്രീസ് ഓഫ് കേസസ് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞു ഒരു 1.5-2 വർഷം കൊണ്ട്. അപ്പൊ ഈ രാസലഹരി എന്ന് പറയുന്ന കഞ്ചാവ് മുതല ഈ കേസുകളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് ഒരു നിർബന്ധമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ചെറിയ ചെറിയ പഴുതുകളിൽ കൂടിയാണ് ഈ NDPS കേസുകൾ നമുക്ക് കോടതിയിൽ നിന്ന് പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്, കോടതിയിൽ നിന്ന് ശിക്ഷിക്കാതെ പോകുന്നത്. ഈ ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ ഈ പ്രതികൾ വീണ്ടും വീണ്ടും ഇതിലേക്ക് വന്ന് വീണ്ടും ഈ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം ഞാൻ ആലോചിച്ചത്, ഈ കാപ്പ എന്നൊരു ആക്ട് ഉണ്ട് കേരളത്തിൽ. അപ്പോ അത് വേണമെങ്കിൽ ഒരു 5 വർഷം മിനിമം എങ്കിലും അവർക്ക് ശിക്ഷിച്ചിരിക്കണം. അങ്ങനെയുള്ള ഒരു 3-4 കേസ് ഉണ്ടെങ്കിൽ അവനെ കാപ്പ ആക്ട് പ്രകാരം നമുക്ക് അവരെ ജയിലിടാൻ പറ്റും. അതിപ്പോ ഗവൺമെന്റ് ഇപ്പൊ അങ്ങനെ ഒരു സമീപനം എടുത്തിട്ടുണ്ട്. കുറെ ലിസ്റ്റ് ഞാൻ ഈയിടപ്പം മാധ്യമങ്ങളിൽ കണ്ടു. ഗവൺമെന്റ് എത്രയോ ആൾക്കാർ പോലീസുകാർ അതിന് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളവരെ കാപ്പ ആക്ടിന്റെ പരിധിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ബേസിക് ആയിട്ട് വേണ്ടത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ട്രെയിനിങ് ആണ്. നല്ല ട്രെയിനിങ് കൊടുത്ത് നല്ല രീതിയിൽ കോടതിയിൽ കേസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കേസ് ജയിക്കും. അതിന് ഒന്ന് കാര്യം ട്രെയിനിങ്. 2, നമ്മൾ ഈ കോടതിയിൽ വെക്കുമ്പോൾ ഇതിന് താല്പര്യമുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ വെക്കണം. ഇപ്പൊ എല്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർമാരും പിന്നെ വിദഗ്ധന്മാരാന്ന് ഞാൻ പറയുന്നില്ല. ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ വളരെ നല്ലൊരു സമീപനം കൈക്കൊള്ളേണ്ടതുണ്ട്. കാരണം മയക്കുമരുന്ന് കേസുകൾ കോടതികളിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിനോട് വളരെ പ്രാഗൽഭ്യം, ഇതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ്, അതിനോട് താല്പര്യമുള്ളവർ അങ്ങനെയുള്ളവരെ ഈ കേസില് പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചെങ്കിൽ മാത്രമേ കേസുകൾ കൺവിക്ഷനായി തീരുള്ളൂ. ഈ കേസുകളുടെ കൺവിക്ഷൻ വളരെ നിർണായക ഒരു ഘടകമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഈ ലഹരി കേസുകൾ കുറയ്ക്കുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് പിടിക്കുന്ന കേസുകൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വളരെ വ്യക്തമായി തന്നെ അത് അവതരിപ്പിച്ചു. ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, നമുക്കറിയാം ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ PFIയുടെ ഒക്കെ ഒരു നിരോധനത്തിലേക്ക് ചെന്നെത്താൻ വളരെ പ്രധാനമായിട്ടുള്ളൊരു റോള് വഹിച്ചത് NIA ആണ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഈ NIAയുടെ ഒരു ഫോർമേഷൻ നമുക്കറിയാം 2008 രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ്. തുടർന്ന് ഡിസംബറിൽ പാർലമെന്റിൽ ഒരു ആക്ട് പ്രകാരം NIAക്ക് രൂപം നൽകിയത്. ഇത്തരത്തിൽ ഈ രാജ്യത്തിന്റെ ഒരു ഭാവിയെ തകർക്കുന്ന, രാജ്യത്തിന് മികച്ച സംഭാവനകൾ നൽകാൻ ശേഷിയുള്ള യുവതലമുറയെ തകർക്കുന്ന ഈ ലഹരി മാഫിയ ഈ രാജ്യത്തെ പിടിമുറുക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളെയൊക്കെ പിടിമുറുക്കുമ്പോൾ, അതിനെതിരെ പോരാടുവാൻ ഈ NIA പോലുള്ള ഒരു സംവിധാനത്തെ പറ്റി കേന്ദ്ര സർക്കാർ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി? തീർച്ചയായിട്ടും ഞാൻ ജോർജ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഫാദർ പറഞ്ഞൊരു പോയിന്റിലേക്ക് ഞാനൊന്ന് ലിങ്ക് ചെയ്യാം. ബഹുമാനപ്പെട്ട ഫാദർ വർക്ക് ചെയ്ത നെക്സ്റ്റ് സ്ഥാപനത്തിൽ വർഷങ്ങൾക്ക്, ഏതാനും 10 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ രോഗികൾ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുകവലി അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. ഇന്നത്തെ കേസ് മാറി നമുക്കറിയാം ലഹരികളുടെ അഡിക്റ്റ് ആണ്. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കുട്ടികളാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ വിതരണം സ്കൂളുകളിൽ നടത്തുന്നതെന്നുള്ളതാണ്. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കുട്ടികളാണ് ഈ കാര്യത്തിൽ സ്കൂളുകളിൽ ചെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിൽ അടുത്തിടെ ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ ലിങ്ക് ചെയ്യുമ്പോൾ ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പല പരാതികളും ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ അനാവശ്യമായിട്ട് ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ അവരെ മാനസികപരമായിട്ട് അവഹേളിച്ചു എന്നൊക്കെയുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പരാതികൾ. അതിന്റെ അടിസ്ഥാനം എത്രയേ ഉള്ളൂ, ഈ കേസുകളിലൂടെ കുട്ടികളുടെ ഇടയിലേക്ക് വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന പാരന്റ്സിന്റെയും അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ അത്തരത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള കടന്നുകടത്തലുകളെ ചെറുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട് എന്ന് സംശയിക്കുന്നതായിട്ടാണ്. കാരണം അത്തരത്തിലുള്ള ഇടപെടലുകൾ തുടക്കത്തിൽ തന്നെ നിയന്ത്രിച്ചു കഴിയുമ്പോൾ ഇവരുടെ ചെയിൻ പ്രവർത്തനങ്ങൾ വളരെയധികം സുലഭമായിട്ട് മുന്നോട്ട് പോകും. സ്കൂളുകളിൽ നിന്നും നിയന്ത്രണമില്ലാത്ത ഒരവസ്ഥയാണ്. സ്കൂളുകളിൽ ശിക്ഷണം എന്ന് പറയുന്നത് കുട്ടി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഭാവി തലമുറയിലേക്ക് വളർന്നു വരുവാൻ കൊടുക്കേണ്ടുന്ന ഭാഗമാണ്. ആ ശിക്ഷണത്തെ ഒരു പീഡനമായി കണക്കാക്കുന്ന
ഒരു വ്യർത്ഥമായിട്ടുള്ള ഒരു നിയമ സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ആ ആ ഒരു നിയമത്തെ പിടിച്ചുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള ഇത്തരം ശ്രദ്ധ ചെലുത്തൽ പ്രവർത്തനങ്ങളിലേക്കുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അവര് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പിന്നണിയിലുള്ളവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് വേണം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും കാണാനായിട്ട്. പിന്നെ ജോർജ് സൂചിപ്പിച്ച രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ NIA പോലെയുള്ള സംവിധാനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് സംവിധാനങ്ങൾ ഈ കാര്യത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കണമെന്നുള്ളതാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ അനുസരിച്ച് ഇന്ത്യയുടെ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് കേരളത്തിലെ MDMA ഉപയോഗം. MDMA ഏകദേശം 1914 കണ്ടുപിടിച്ചത്. 1970 കൂടി അതിന് ലീഗലി പ്രാധാന്യം വന്നു. 80 കൂടി പോപ്പുലർ ആയി. ഇന്ന് നമ്മുടെ കേരളത്തിലെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ രാസലഹരി ഉപയോഗിക്കുന്ന MDMA കേസുകളാണ് പിടിക്കപ്പെടുന്നത്. ആ MDMA കേസുകൾ പിടിക്കപ്പെടുന്നതിന് അല്ല ഉപയോഗിക്കുന്നതിന് കാരണം അതിന്റെ കൈകാര്യം ചെയ്യാനുള്ള എളുപ്പമാണ്. ഒരു ഗുളിക രൂപത്തിലോ അല്ലെങ്കിൽ മറ്റ് ഗ്രാനുവൽസ് രൂപത്തിലോ ഒക്കെ കിട്ടുന്ന ഈ സാധനത്തെ കുട്ടികളുടെ ഇടയിലേക്ക് കൊടുത്തുവിടാനും അത് കുട്ടികൾ മുഖാന്തരം ഉപയോഗിക്കാനും ഒക്കെ കൈകാര്യം ചെയ്യാനും ഒക്കെ വളരെ എളുപ്പപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ NIAയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ നിയന്ത്രിക്കുന്ന ടീച്ചർമാർക്ക് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് നൽകാൻ തയ്യാറാണ് സർക്കാർ. കുട്ടികളെ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട് ടീച്ചർമാർക്ക് സഹായകമാവുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ് നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ്, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എന്നല്ല എല്ലാ സ്റ്റേറ്റിലെയും വിദ്യാഭ്യാസ വകുപ്പുകൾ തയ്യാറാണ്. അവിടെ നിന്നായിരിക്കണം ആദ്യത്തെ തുടക്കം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇവരുടെ റൂട്ട് കേസുകളെ കണ്ടുപിടിക്കാനും ആ റൂട്ട് കേസുകളിലേക്ക് പോയി ഇവരുടെ കണ്ണികളെ, യഥാർത്ഥ കണ്ണികളെ, സ്രാവുകളെ കണ്ടുപിടിക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനും സ്വീകരിക്കാനും സാധിക്കുള്ളൂ. അപ്പോ NIA എന്ന് പറയുന്ന ഒരു ബദൽ സംവിധാനത്തിന് പകരം നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളെ തന്നെ വളരെ കാര്യക്ഷമതയോടുകൂടി പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും എല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന് ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. കേന്ദ്രം അതിന്റെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളെ സംസ്ഥാനം വീഴ്ച വരുത്തുമ്പോഴാണ് കേന്ദ്രത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ കേന്ദ്രം ഒരു നിയമം കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിന് പകരം നമ്മുടെ അതാത് സംസ്ഥാനങ്ങളിലെ നിയമ സംവിധാനങ്ങളെ കാര്യക്ഷമതയോടുകൂടി ചെയ്യാനായിട്ട് അതാത് സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണം. ഇവിടെ കേരളം വീഴ്ച വരുത്തിയിരിക്കുന്നത് ഈ കാര്യത്തിലാണ്. അത് രാഷ്ട്രീയപരമായ വോട്ട് ബാങ്ക് ആണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് മറികടന്നുകൊണ്ട് വ്യക്തമായ നടപടി സ്വീകരിക്കാനാണ് ഒരു സംസ്ഥാന സർക്കാർ തയ്യാറാണ്. ഓക്കെ, ഒപ്പം തന്നെ ശ്രീ ജോഷി ചിറ്റലപ്പള്ളി അങ്ങ് ഉന്നയിച്ച ഒരു ആശങ്ക, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുകൾ, അത് കേരളമായിക്കോട്ടെ മറ്റേത് സംസ്ഥാനമായിക്കോട്ടെ, അതാത് പ്രാദേശികമായിട്ടുള്ള ചിലപ്പോൾ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കപ്പെട്ട് ഇത്തരം കേസുകൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുവാൻ വിമുഖത കാണിക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു കേന്ദ്ര സർക്കാരിന്, ഞാൻ വീണ്ടും ആ ഒരു NIAയുമായി റിലേറ്റ് ചെയ്ത ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ ഒരു തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായ, തീർച്ചയായും ലോക്കൽ പോലീസിനേക്കാൾ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനേക്കാൾ ഒക്കെ ഉപരി ആദ്യം ആ ഒരു സ്പോട്ടിൽ എത്തുന്നത് NIA ടീമായിരിക്കും. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ലഹരി, നമുക്കറിയാം, ഒരു ബോംബ് പൊട്ടി, അത് വലിയൊരു ഒരു ദയനീയമായിട്ടുള്ള ദുരന്തം തന്നെയാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്തല്ലേ ഈ MDMA പോലുള്ള ഒരു ബോംബ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൊല്ലുന്നത്, അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്. അതുകൊണ്ട് ഇത്തരം കണ്ണികളിലേക്ക്, ആ കാരിയേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത്തരം കണ്ണികളിലേക്ക് പോകാൻ ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുറെ കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്വാധീനം ഈ സംസ്ഥാന സർക്കാരിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകേണ്ടതല്ലേ ശ്രീ ജോഷി ചിറ്റലപ്പള്ളി? തീർച്ചയായിട്ടും ജോർജ് പറഞ്ഞ പോലെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ള സെൻട്രൽ എക്സൈസ്, നമുക്ക് സ്റ്റേറ്റ് എക്സൈസും ഉണ്ട്, സെൻട്രൽ എക്സൈസും ഉണ്ട്. സെൻട്രൽ എക്സൈസ് ഉൾപ്പെടുന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ അതിനകത്ത് വ്യക്തമായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളിൽ എക്സൈസ് പോലുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഡ്രഗ് പോലുള്ള കാര്യങ്ങൾ അതൊരു കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് കൊണ്ടും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടും പലപ്പോഴും കൂടുതൽ കാര്യങ്ങൾ ജോയിന്റ് വെഞ്ചറായിട്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. അപ്പോൾ സെൻട്രൽ എക്സൈസ് നിലവിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും സെൻട്രലൈസ്ഡ് എക്സൈസിന്റെ പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന എക്സൈസിന്റെ പ്രവർത്തനങ്ങളുണ്ട്. ഇവര് തമ്മിൽ ക്രോഡീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിച്ചാൽ, ഇപ്പോൾ നമ്മുടെ തോമസ് സാർ പറഞ്ഞ പോലെ സംസ്ഥാനാന്തര വിഷയങ്ങളിലേക്ക് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ഈ പറയുന്ന ക്രോഡീകരണത്തിലൂടെ സെൻട്രലൈസേഴ്സ് വകുപ്പ് വഴി നമുക്ക് സാധിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ. അപ്പൊ അതിലൂടെ ഇപ്പോ കേരളത്തിൽ നടക്കുന്ന ഈ
കേന്ദ്ര സർക്കാരിനോട് യോജിക്കാത്ത പല മേഖലകളുണ്ട്. അത് രാഷ്ട്രീയപരമായ പല മേഖലകളാണ്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ചില കാര്യങ്ങളിൽ യോജിച്ച് ഇത്തരം പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. കാരണം ലോ ആൻഡ് ഓർഡർ സംസ്ഥാനത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ സംസ്ഥാനത്തിന്റെ ജനങ്ങളെ, വിദ്യാഭ്യാസത്തിന് വരും തലമുറയെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഒരു സംസ്ഥാന സർക്കാരിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമാണ്. സെൻട്രൽ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. ആ സംസ്ഥാന സർക്കാർ ആ ക്രോഡീകരണം, ആ ഒരു ക്രമീകരണം നടത്തേണ്ടത് അനിവാര്യം. ഓക്കെ, വളരെ വ്യക്തമാണ്. വളരെ കൃത്യമായിട്ടുള്ളൊരു ക്രോഡീകരണം, ഒരു ക്രമീകരണം കൃത്യമായി തന്നെ ഉണ്ടാകണം. ഫാദർ ടിജോ, നമുക്കറിയാം ലഹരിയുമായി ബന്ധപ്പെട്ട് വളരെയധികം രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികൾ സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നു. പ്രത്യേകിച്ച് യോദ്ധാവ് പോലുള്ള പദ്ധതികൾ സ്കൂളുകളിൽ നേരത്തെ ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി സൂചിപ്പിച്ചതുപോലെ ചങ്ങലകൾ തീർത്തുള്ള ബോധവൽക്കരണ പരിപാടി, അത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നു. ഈ ബോധവൽക്കരണം കൊണ്ട് മാത്രം നമുക്ക് ഈ ലഹരിയുടെ ഒരു വേരിറക്കാൻ സാധിക്കുമോ? അങ്ങ് ഈ ലഹരി പുനരധിവാസ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങയുടെ ഒരു അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഫാദർ ടീച്ചർ. ബോധവൽക്കരണം തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അത് ധാരാളമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ കേരളത്തിൽ വളരെ ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ബോധവൽക്കരണം ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ. ലഹരിക്കെതിരെ എന്ന് പറയുന്നു. പക്ഷേ ഈ ബോധവൽക്കരണം ശരിക്കും പാരൻസിന് എന്തുമാത്രം അറിയാം? തൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ എന്തൊക്കെയാണ് ഒരു പാരന്റ് ശ്രദ്ധിക്കേണ്ടത്? അതൊരു പാരന്റിന് അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരൻസിന് വേണ്ട വിധത്തിൽ അറിഞ്ഞുകൂടാ. ഇനിയിപ്പം കുറച്ച് പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എന്താണ് സംഭവിക്കുക, ഇവന്റെ തലച്ചോറിന് എന്താണ് സംഭവിക്കുക, ഇവന്റെ മാനസിക നിലയ്ക്ക് എന്താണ് സംഭവിക്കുക, ഇത് പാരൻസിന് അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അറിഞ്ഞുകൂടാ. നമ്മൾ ലഹരിക്കെതിരെ എല്ലാവരും അണിനിരക്കുമ്പോഴും എങ്ങനെയാണ് ഒന്ന് ഡിറ്റക്ട് ചെയ്യേണ്ടത്, വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇപ്പം പാരൻസിനോട് എന്നോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അച്ഛത് എങ്ങനെയൊക്കെ ഒന്ന് അറിയാം. എനിക്ക് പൂർണ്ണമായിട്ട് പറയാനായിട്ടുള്ള കഴിവോ അറിവോ ഇല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാറുണ്ട്, കുട്ടികൾ ഇട്ട് വരുന്ന ഡ്രസ്സൊക്കെ ഒന്ന് മണത്ത് നോക്കുക. അപ്പം കഞ്ചാവ് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവും. അവന്റെ ബാഗ് ഒന്ന് പരിശോധിക്കുക. കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ബാഗ് മാറുന്നുണ്ടെന്ന് വിചാരിക്കുക. അവന്റെ ബാഗ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നു, അല്ലെങ്കിൽ ബാഗ് ഒളിപ്പിച്ചു വെക്കുന്നു. ഇതൊക്കെ കാണുകയാണെങ്കിൽ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാഗിൽ ചിലപ്പോൾ വേറെ അറകളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഓരോ കുട്ടികൾ ചെയ്തത് പാരൻസ് പറഞ്ഞതും കുട്ടികൾ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പങ്കുവെക്കുന്നത്. ബാഗിൽ വേറെ അറകളൊക്കെ കാണുമായിരിക്കും, അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഇവനിത് വെക്കുന്നത്. ഒരു കുട്ടി വിദേശ രാജ്യത്ത് നിന്ന് അവൻ്റെ അമ്മയുടെ മതഗ്രന്ഥത്തിൻ്റെ ഉള്ളിൽ ഈ സ്റ്റാമ്പ് വെച്ചിട്ടാണ് കസ്റ്റംസിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നത്. അവൻ പറയാം, ഞാൻ അമ്മയുടെ മതഗ്രന്ഥമുണ്ട്, ആ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലാണ് എൻ്റെ സ്റ്റാമ്പ് ഒളിപ്പിച്ച് വെച്ചിരുന്നത് അച്ഛന്ന്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ആ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ അതെടുത്ത് ഉപയോഗിച്ചു. വേറെ രാജ്യത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ പാരൻസിന് പലപ്പോഴും അറിഞ്ഞുകൂടാ ഇങ്ങനെ ചെറിയൊരു സ്റ്റാമ്പിന്റെ രൂപത്തിൽ കിട്ടുന്ന രാസലഹരിക്ക് മണമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് പാരൻസിന് അറിഞ്ഞുകൂടാ. ഇനി ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് മന്നപ്പല്ല ഉണ്ടാവുക, ഒരു മന്ദബുദ്ധിയുടെ പോലെ ആയി തീരുകയല്ല ചെയ്യുക. ആദ്യം ഇത് ഉപയോഗിക്കുമ്പോൾ, ആദ്യമൊക്കെ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആവുകയാണ് ചെയ്യുക. 60 കിലോമീറ്ററിൽ വണ്ടി ഓടിച്ചിരുന്ന ഒരു കുട്ടിക്ക് ഈ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ 120 കിലോമീറ്ററിൽ വണ്ടി ഓടിക്കാനുള്ള ഒരു അമാനുഷിക ശക്തി കിട്ടുന്നത് പോലെയാകും. അതൊക്കെയാണ് ആദ്യം സംഭവിക്കുക. അവന് ഉറക്കം കൂടാതെ അവന് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങൾ കുട്ടികളെ വളരെ അട്രാക്ട് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ടൊരു ബീഡി വലിച്ചിരുന്ന സമയത്ത് ബീഡി വലിച്ച് വലിയ ആളുടെ പോലെ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. പക്ഷെ അത് ഇന്ന് നേരെ മാറിയിട്ട് ഈ ലഹരിയായിട്ട് മാറി. അപ്പൊ ശരിക്കും ബോധവൽക്കരണം എന്ന് പറയുന്ന കാര്യം തന്നെ ശരിക്കും എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത്? പാരൻസിന് ശരിക്കും അറിയാമോ? കഞ്ചാവ് ഉപയോഗിക്കുന്ന കുട്ടിയുടെ കയ്യിൽ ചിലപ്പോൾ കഞ്ചാവ് അവൻ്റെ കയ്യിൽ കാണില്ലായിരിക്കും. ചിലപ്പോൾ അവൻ്റെ കയ്യിൽ ചെറിയൊരു പേപ്പർ, ഇത്രയും പോകുന്ന ചെറിയൊരു പേപ്പർ ആയിരിക്കും അവൻ്റെ കയ്യിൽ, വളരെ നൈസായിട്ട് മിനുസുള്ളൊരു പേപ്പർ. ആ പേപ്പർ അവൻ എന്തിനു കൊണ്ടു നടക്കുന്നു എന്നുള്ളത് പാരൻസിന് അറിഞ്ഞൂടാ. ആ പേപ്പർ അവൻ കൊണ്ടു നടക്കുന്നത് കഞ്ചാവ് ഉപയോഗിക്കാനുള്ള ഒരു സംഗതിയാണ്. പാരൻസിന് അത് അറിയില്ല. ആ പേപ്പർ കാണുന്നു. കുട്ടി ഒരാഴ്ചയായിട്ട് പുറത്തു പോയിട്ടില്ല അച്ചോ, എൻ്റെ വീട്ടിൽ കുട്ടിയുണ്ട്, ഒരു കുഴപ്പമില്ല, അവൻ പുറത്തു പോയിട്ടില്ല. അവൻ പുറത്തു പോകേണ്ട ആവശ്യമില്ല. കാരണം അവൻ്റെ കയ്യിൽ കൊച്ചു സ്റ്റാമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു രാസലഹരി, ഒരു ചെറിയൊരു സംഗതി ഉണ്ടെങ്കിൽ അവന് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ പാരൻസിന് ബോധവൽക്കരണം എന്തുമാത്രം ഉണ്ട്, ശരിക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം. ബോധവൽക്കരണം വേണം, അതെന്തുമാത്രം ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് നിയന്ത്രണം. അത് ഗവൺമെന്റും ഉദ്യോഗസ്ഥരും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് ട്രീറ്റ്മെന്റ്. നമുക്ക് ഒരുപാട് ആളുകൾ ലഹരി ഓൾറെഡി അഡിക്റ്റഡ് ആണ്. കേരളത്തിൽ നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ, മാല പൊട്ടിക്കൽ, വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, വെട്ടൽ,
കുത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുടെ പിന്നിൽ ഇവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. എന്തുമാത്രം ട്രീറ്റ്മെന്റ് സെന്ററുകൾ കേരളത്തിലുണ്ട് ശരിക്കും. ശരിക്കും മദ്യപാനത്തിനുള്ള ട്രീറ്റ്മെന്റ് സെന്ററുകൾ ഒരുപാടുണ്ട്. ലഹരിയെക്കുറിച്ച് ശരിക്കും പഠിച്ച് അതിൻ്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും റീഹാബിലിറ്റേഷനും ഒക്കെ ഇതിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ബോധവൽക്കരണം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാനായിട്ട് പറ്റില്ല. നിയന്ത്രണം വേണം, ട്രീറ്റ്മെന്റ് വേണം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം പാരൻസിനോട് പറയും, ഇവനെ 6 മാസമെങ്കിലും എവിടെങ്കിലും കൊണ്ടുപോയി നിർത്തണം. 1 മാസം കൊണ്ട് ട്രീറ്റ് ചെയ്ത് അവസാനിപ്പിക്കാൻ പാടില്ല. ഈ 6 മാസം അവനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പൊ കേരളത്തിലില്ല. പക്ഷെ ഇനി കേരളത്തിന് അത് ആവശ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു എനിക്ക് അഭിപ്രായം. ഒപ്പം തന്നെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ മദ്യവുമായി ബന്ധപ്പെട്ട് മദ്യലഹരിക്ക് അടിമകളായിട്ടുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ഒരു പുനരധിവാസത്തിന്റെ ഒരു ഡ്യൂറേഷൻ അല്ല ഈ MDMA പോലുള്ള അത്തരം രാസലഹരികൾക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു സംവിധാനം ഈ ഡി അഡിക്ഷൻ സെന്ററുകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ഒക്കെ ഒരു അഭാവം കേരളത്തിനുണ്ടോ ഫാദർ ടിജോ? എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തില് മദ്യപാനികൾ വളരെ 1 ആഴ്ച 2 ആഴ്ച ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ കോർഡിയലാണ് പൊതുവെ. പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് കൺക്ലൂസീവായിട്ടോ ഞാൻ പറയുന്ന ഒരു കാര്യമല്ല, പക്ഷേ ഒരു പൈശാചികത എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, ഇത് ജനറലൈസ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു പൈശാചികത പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവരുടെ മേത്ത് കുത്തുന്ന ടാറ്റുകൾ പലപ്പോഴും പിശാചിന്റെ ടാറ്റുകളാണ്. തലയുടെ അസ്ഥിയോട്ടി അങ്ങനെയുള്ള ടാറ്റുകളൊക്കെ ഒരുപാട് പിള്ളേർ ഉപയോഗിക്കുന്നു. അവരുടെ മുടിയും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഭ്രാന്ത് പിടിച്ചവരുടെ പോലെയുള്ള ഫ്രീക്കന്മാരെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ മുടിയൊക്കെ അതുപോലെ അവര് വളർത്തുകയും അങ്ങനെ കെട്ടുകയും ഒക്കെ ചെയ്യുന്നു. കണ്ടാൽ തന്നെ നമുക്കൊരു പേടി തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള ആളുകളെ 2 ആഴ്ച കൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവന് അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇപ്പം ഇത്രയും സന്തോഷം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും ലഹരി ഉപയോഗിച്ചാൽ ഇത്രയും സന്തോഷം ഉണ്ടാകും. സന്തോഷ ലഹരി എത്രയാണ് നിൽക്കുക? കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷം അവന് കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ ഇത്രയും ലഹരി ഉപയോഗിക്കണം. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത്രയും ലഹരി ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് പവർഫുൾ ആയിട്ടുള്ള ലഹരി ഉപയോഗിക്കണം. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കൂടി അവൻ്റെ തലച്ചോറിന് തീർച്ചയായിട്ടും ക്ഷതം സംഭവിക്കുന്നുണ്ട്. മാനസികമായ ഷ്രിങ്കിങ്, തലച്ചോറ് ഷ്രിങ്ക് ചെയ്ത് തുടങ്ങുന്നു, അവൻ ഹലുസിനേറ്റ് ചെയ്ത് തുടങ്ങുന്നു, ഡെലൂഷൻ സംഭവിക്കുന്നു. അതിൽ നിന്നൊക്കെ ഒന്ന് കടന്നു വരാൻ തന്നെ ചിലപ്പോൾ 1-2 മാസം എടുത്തേക്കാം. അപ്പം ഇങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും അവരെ ക്ഷമയോടെ ശുശ്രൂഷിക്കാനും അവരെ തിരികെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരു മകന്റെ അമ്മ എന്നോട് വന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛനൊന്ന് തളർത്തി തന്നാൽ മതി. 22 വയസ്സുള്ളൂ, ഇവനൊന്ന് തളർത്തി തന്നാൽ മതി, അത്രയും ശല്യമായി അച്ഛോ, ഇവനിനി എൻ്റെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ കുഴപ്പം, അച്ഛനെടുത്തോ എന്ന് പറഞ്ഞിട്ട് 22 വയസ്സുകാരൻ 2.5 മാസം അവൻ നമ്മുടെ കൂടെ ഈ ക്ഷമയോടെ ഇതിലെല്ലാം സഹകരിച്ച് ആ മകൻ നിന്നു. വലിയ ബുദ്ധിമുട്ടാണ് ഇത് കിട്ടാണ്ടാവുമ്പോൾ അവന് ഉണ്ടാകുന്ന വിഡ്രോവലൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ അവൻ കടന്നുപോയി. 2.5 മാസത്തിന് ശേഷം അവൻ നല്ല മിടുക്കനായിട്ട് ഇന്ന് ജീവിക്കുകയാണ്. അപ്പോൾ ട്രീറ്റ്മെന്റ് വേണം, തീർച്ചയായിട്ടും റീഹബിലിറ്റേഷൻ വേണം. അതിലൂടെ നമുക്ക് ഇങ്ങനെ പെട്ടുപോയ മക്കളെ തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവർക്ക് രക്ഷയുണ്ട്. അവർ രക്ഷപ്പെടാൻ പറ്റാത്ത തള്ളിക്കളയേണ്ട ഒരു വിഭാഗമല്ല, അവരെ പുനരധിവസിപ്പിക്കേണ്ട ഒരു വിഭാഗമാണ് ഡ്രഗിന് അഡിക്റ്റ് ആയിട്ടുള്ള മക്കൾ. വളരെ അഭിനന്ദനം അർഹിക്കുന്ന സേവനമാണ് രാജ്യത്തിന് വേണ്ടി ഫാദർ ടിജോയ്. ഒപ്പം ഈ തൃശ്ശൂർ അതിരൂപതയുടെ ലഹരി പുനരധിവാസ കേന്ദ്രമായ നെസ്റ്റും ഒക്കെ ഈ നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ ഈ ചർച്ചയുടെ ഏറ്റവും അവസാന പോയിന്റിൽ എത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ തോമസ് ദേവസ്യ, ഈ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാണോ ശ്രീ തോമസ് ദേവസ്യ? തീർച്ചയായും. നമ്മൾ ഇന്നുള്ള നമ്മുടെ ഈ അവൈലബിൾ മെക്കാനിസം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ കേസുകൾ കുറയ്ക്കാൻ സാധിക്കും. എനിക്ക് കുറച്ച് വിശ്വാസമാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനകത്ത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് 2 സൈഡിലും നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ ലഹരി പദാർത്ഥങ്ങൾ സപ്ലൈ ചെയ്യുന്നിടത്ത് നമ്മൾ നിയന്ത്രണം. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മുടെ ആക്ട്, ഈ NDPS ആക്ട് ആദ്യം കൊണ്ടുവന്നപ്പോൾ വളരെ ശക്തമായിരുന്നു. പിന്നീട് ആക്ട് കുറെ കൂടെ ലിബറലൈസ് ചെയ്തു. അത് ശരിക്കും ഒരു ന്യൂനതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. NDPS ആക്ട് ആദ്യം വന്നപ്പോൾ വളരെ ശക്തം, പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി
കൈവശം വെക്കാവുന്നൊക്കെ കൂട്ടിക്കൊടുത്തു. അപ്പൊ അതിന്റെ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് കുറെ കുറഞ്ഞു പോയി. അപ്പൊ അതിന് കർശനമായ ശിക്ഷാ നടപടികൾ NDPS ആക്ടിൽ ആദ്യം ഉണ്ടായിരുന്നവരെ കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം. രണ്ടാമതായിട്ട് ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് ശരിയായ ട്രെയിനിങ് വളരെ ആവശ്യമുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. മൂന്നാമതായിട്ട് അവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല പ്രോസിക്യൂട്ടറെ വെക്കണം. പിന്നെ ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നമ്മളിപ്പോ ഒരു കേസ് ഇവിടുന്ന് പിടിക്കുകയാണെന്ന് വെച്ചോ, അത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ മൊറയില് നമ്മൾ വർദ്ധിപ്പിക്കണം. ഉദാഹരണത്തിന് ഒരു ഏരിയ എന്നിപ്പോ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ ആൾക്കാർ തന്നെ അവരെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യണം. അതൊരു വലിയ ഘടകമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ സർവീസിൽ എനിക്കത് കിട്ടിയതാണ്. ഈ അപ്രീഷിയേഷൻ എടുക്കുന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ അവിടെ വളരെയധികം അവര് മോറലായിട്ട് അവർക്ക് അതിനോട് വീണ്ടും താല്പര്യം ഉണ്ടാവും. കാരണം ഇത് ബേസിക് ആയിട്ട് അവരുടെ ഒരു സ്പിരിറ്റിനെ നമ്മൾ വളർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു നിർണായക ഘടകമാണ്. കാരണം ഈ NDPS കേസുകളൊക്കെ ലഹരി പദാർത്ഥങ്ങൾ കേസെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഒരാളെ പോയി കേസ് പിടിക്കണമെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല, തെളിവുകളില്ല. അപ്പൊ അതുകൊണ്ട് എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു കച്ചവടക്കാരൻ, കഞ്ചാവ് കച്ചവടക്കാരൻ, അവന് എവിടെയെങ്കിലും കൊണ്ടുവെക്കും, ഒരു മരത്തിന്റെ ചുവട്ടിലോ എവിടെയെങ്കിലും കൊണ്ടുവെക്കും. എന്നിട്ട് ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യും. എന്നിട്ട് നിങ്ങൾ അവിടെ പോയി എടുത്തോ, പൈസ ഇവിടെ മേടിക്കും. ഈ പോകുന്ന ഉദ്യോഗസ്ഥനെ ഇവനെ അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, തെളിവില്ല. ആ കൂടുതലുള്ള ആൾക്കാർ ആരും ഒപ്പിടാൻ തയ്യാറാവില്ല. ഇങ്ങനെ പ്രായോഗികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒരു NDPS കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മാസങ്ങളോളം അതിന്റെ പിന്നിൽ നമ്മൾ ഊണും ഉറക്കവും ഒഴിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. ഇത്രയെല്ലാം ഇതിന്റെ പിന്നിൽ ഹാർഷിപ്പുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ വളരെയധികം ഇന്നുള്ള ഉദ്യോഗസ്ഥന്മാർ, ചെറുപ്പക്കാർ, നല്ല ആത്മാർത്ഥമുള്ള ഉദ്യോഗസ്ഥന്മാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ എല്ലാം വളരെയധികം ഹാർഡ് വർക്ക് കൊണ്ടാണ് കേസ് കിട്ടുന്നത്. കേസ് കിട്ടില്ല, വെറുതെ കേസ് എടുക്കാൻ പോയി കേസുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുടെ മൊറയിൽ നമ്മൾ വർദ്ധിപ്പിക്കണം, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു നിർണായക ഘടകം തന്നെയാണ്. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ഡിമാൻഡ് സൈഡ് കുറയ്ക്കാനാണ് നമ്മൾ ബോധവൽക്കരണത്തിന്റെ മേഖലകളിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബശ്രീ പോലെയുള്ള യൂണിറ്റുകളും അതുപോലെ നമ്മുടെ ഇടവക തലത്തിലെ യൂണിറ്റ് തലങ്ങളിലും കൂടിയും മാതാപിതാക്കന്മാർക്ക് ഒരു നല്ല കുടുംബം എങ്ങനെ സൃഷ്ടിക്കണം. ഈ കുടുംബത്തിലുള്ള അസ്വാരസ്യങ്ങളാണല്ലോ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഈ മക്കളെ ഈ മയക്കുമരുന്നിലേക്ക് നയിക്കാനുള്ള വീട്ടിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ ഒരു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും അവിടെ ഉരുത്തിരിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ പോവില്ല എന്നുള്ളത് 100% ശരിയാണ്, വളരെ വ്യക്തമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കുടുംബ ബന്ധങ്ങളെ സുദൃഢമാക്കാൻ വേണ്ടി അവർക്ക് ബോധവൽക്കരണം സ്കൂളിൽ കൂടുന്നത് പോലെ നമ്മുടെ ഇടവക തലത്തിലും അതുപോലെ നമ്മുടെ വാർഡ് തലത്തിലും അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം അത് കൃത്യമായിട്ടും ഉദ്യോഗസ്ഥന്മാരല്ല വേണ്ടത്. ഇതിനകത്ത് സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് മുതലായ ഈ മേഖലകളിൽ കൂടുതൽ അറിവും ജ്ഞാനവും ഉള്ളവരെ കൊണ്ട് ബോധവൽക്കരിക്കുക ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ലഹരി മാഫിയക്കെതിരെ ഒന്നിച്ചുള്ള പോരാട്ടം അനിവാര്യമാണ്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ തോമസ് ദേവസ്യ, ഫാദർ ടിജോ, ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, 3 പേർക്കും നന്ദി.